പല രാജ്യങ്ങളും പരസ്പരം യുദ്ധം ചെയ്യുന്ന സമയത്ത് അവരുപയോഗിക്കുന്ന കടലുകളിൽ ബോംബുകൾ സ്ഥാപിക്കാറുണ്ട്. ഇത്തരത്തിൽ വെള്ളത്തിനടിയിൽ ഒളിപ്പിച്ചു വെക്കുന്ന ഭീഷണികളിൽ ഒന്നാണ് മൈൻ ഫീൽഡുകൾ എന്ന് പറയുന്നത്. യുദ്ധം നടക്കുന്നത് കരയിലാണെങ്കിൽ ഓപ്പോസിറ്റുള്ള സൈന്യത്തെ വധിക്കുവാൻ വേണ്ടി കുഴി ബോംബുകൾ സ്ഥാപിക്കുന്നത് പോലെയാണ് കടലിനടിയിൽ മൈനുകൾ പ്രവർത്തിക്കുന്നത്. ഈ ഒരു രീതി ആരംഭിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ്. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് വ്യാപകമായി ഇത്തരത്തിലുള്ള രീതി പല സൈന്യങ്ങളും അവലംബിച്ചു വന്നിട്ടുണ്ട്. അന്ന് ഉപയോഗിച്ചിരുന്നത് കൂടുതലും കോണ്ടാക്ട് മൈനുകളായിരുന്നു. അതായത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശത്രു രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു കപ്പൽ കടലിലൂടെ കടന്നു വരുമ്പോൾ കടലിനടിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ബോംബിൽ തട്ടുകയും അതുവഴി ആ കപ്പൽ തകരുകയും ആൾനാശം ഉണ്ടാക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇന്ന് ഇതൊരു തരം പഴയ രീതിയാണ്. ഇന്ന് വാർ ടെക്നിക്കുകൾ ഒരുപാട് മുന്നോട്ട് പോയത് മുഖാന്തരം കോണ്ടാക്ട് മൈനുകളൊന്നും ആവശ്യമായി നിലവിലില്ല. എതിർ രാജ്യത്തെ കപ്പലുകളുടെ ശബ്ദം കേട്ട് പ്രവർത്തിക്കുന്ന മൈനുകൾ വരെ ഇന്ന് നിലവിലുണ്ട്. ഇത്തരത്തിൽ കപ്പലുകളുടെ ശബ്ദം കേട്ട് പ്രവർത്തിക്കുന്ന മൈനുകളുടെ പേരാണ് ബോട്ടം മൈനുകൾ എന്ന് പറയുന്നത്. പക്ഷേ നിലവിലെ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാന്റെ കയ്യിൽ ബോട്ടം മൈനുകൾ സ്ഥാപിക്കുവാനുള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ല. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവരുടെ ശത്രുക്കളിലേക്ക് ഒരു തുള്ളി എണ്ണ പോലും എത്തിക്കാൻ അനുവദിക്കില്ലെന്ന് ഭീഷണി മുഴക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്ലോബൽ ചെക്ക് പോയിന്റുകളിൽ ഒന്നാണ് ഹോർമോസ് കടലെടുക്ക്. ലോകത്തിന്റെ ഏകദേശം എണ്ണ വിതരണത്തിന്റെ 20% കടലിലൂടെയാണ് ദിവസേന കടന്നു പോകുന്നത്. പക്ഷേ ഈ കടൽപാതയുടെ മധ്യത്തിൽ ഒരു ബ്ലോക്കേഡ് നടപ്പിലാക്കാൻ IRGC ചെയ്തത് ശരിക്കു പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധ കാലത്തെ തന്ത്രങ്ങളാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഇത്തരത്തിലൊരു ബ്ലോക്കേഡ് IRGC സ്ഥാപിച്ചതിന് ശേഷം അവ നീക്കം ചെയ്യുക എന്നത് പിന്നീട് വളരെ പ്രയാസമുള്ള കാര്യമായി മാറും. ഇതൊരു പക്ഷെ ആഴ്ചകളോ മാസങ്ങളോ എടുത്തൊന്നും വരാം. കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരിട്ട് കാണുവാൻ കഴിയാത്ത ബോംബുകളാണ് മൈനുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവയെ അവോയ്ഡ് ചെയ്തു പോകുക എന്ന് പറഞ്ഞാൽ കപ്പലുകൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് ഇറാൻ കടലിൽ മൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിനെതിരെ പ്രവർത്തിക്കുക എന്ന തന്ത്രമാണ് അവലംബിച്ചത്. ഇറാൻ ഹോർമൂസ് കടലിൽ മൈൻ ചെയ്യുമെന്ന് അമേരിക്ക നേരത്തെ തന്നെ ഇന്റലിജൻസ് വിവരങ്ങൾ കിട്ടിയിരുന്നു. ഇവിടെ US ഉപയോഗിച്ച സ്ട്രാറ്റജി എന്നത് പ്രിവെന്റീവ് സ്ട്രൈക്ക് സ്ട്രാറ്റജിയാണ്. അതായത് മൈനുകൾ ഇടാൻ ഉപയോഗിക്കുന്ന കപ്പലുകൾ തുറമുഖത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ അവയെ ആക്രമിച്ച് നശിപ്പിച്ചു കളയുക. അതുപോലെ ഇറാന്റെ മ്യൂണീഷ്യൻ സൂക്ഷിക്കുന്ന ഫാക്ടറികളും ആയുധ ശേഖരങ്ങളും എല്ലാം പൂർണ്ണമായും തകർക്കുക. ഇറാന്റെ കപ്പലുകൾ മൈനുകൾ ഇടുവാൻ തയ്യാറായി കരയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അമേരിക്ക അവരുടെ ഹെൽഫെയർ എന്ന് പറയുന്ന മിസൈലുകൾ ഉപയോഗിച്ച് ഇറാന്റെ കുറെ കപ്പലുകളെ തകർത്തു കളഞ്ഞു. ഏകദേശം 50-ലധികം പ്രധാന യുദ്ധക്കപ്പലുകളാണ് ഇറാൻ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു പോയത്. ഇത്തരത്തിൽ വലിയ യുദ്ധക്കപ്പലുകൾ ഇറാന് നഷ്ടപ്പെട്ട കാരണം പിന്നീട് ഇറാന്റെ ശ്രദ്ധ മോസ്കിറ്റോ ഫ്ലീറ്റുകളിലേക്ക് മാറി. അതായത് വലിയ ഡിസ്ട്രോയർ കപ്പലുകളെ ആശ്രയിക്കുന്നതിന് പകരം IRGCയുടെ നാവികസേന വളരെ വേഗതയുള്ള ചെറിയ ചെറിയ ബോട്ടുകളുടെ കുറെ കൂട്ടങ്ങൾ ഉപയോഗിച്ച് പിന്നീട് അവയെ ഹോർമോസ് കടലിലേക്ക് എത്തിച്ച് മൈൻ ചെയ്യുക എന്നൊരു പദ്ധതിയാണ് ഇറാന്റെ IRGC ശ്രമിച്ചത്. ഇറാൻ ഉപയോഗിക്കാൻ ശ്രമിച്ചത് അശൂര ക്ലാസ്, ടരി ക്ലാസ് കൂടാതെ രൂപമാറ്റം വരുത്തിയ ബോമിമ സ്പീഡ് ബോട്ട് എന്നീ ബോട്ടുകളാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഇറാൻ നേരിട്ട് എന്തെന്ന് വെച്ചാൽ ഈ ചെറിയ ബോട്ടുകൾ വെച്ച് ഒരിക്കലും അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ നേരിട്ട് ആക്രമിക്കുവാൻ ഇറാന് സാധിക്കില്ല. അതുകൊണ്ട് IRGC നേവി ബോട്ടുകളുടെ എണ്ണം കൂട്ടുകയാണ് ആദ്യം ചെയ്തത്. അതുകൂടാതെ ഓരോ ചെറിയ ബോട്ടിലും ഹെവി മെഷീൻ ഗണ്ണുകൾ, റോക്കറ്റുകൾ, ആന്റി ഷിപ്പ് മിസൈലുകൾ എന്നിവ സജ്ജീകരിച്ചു വെക്കുകയും ചെയ്തു. IRGCയുടെ തന്ത്രം ഇവിടെ വളരെ ലളിതമായിരുന്നു. ഒരു അമേരിക്കൻ ഡിസ്ട്രോയർ കപ്പലിന് ഒറ്റയ്ക്ക് നേരിടാൻ ശ്രമിക്കാതിരിക്കുക, പകരം ഒരേ സമയം പല ദിശകളിൽ നിന്ന് ഡസൻ കണക്കിന് ചെറിയ ബോട്ടുകൾ വെച്ച് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക. ഇതായിരുന്നു IRGCയുടെ യുദ്ധതന്ത്രം. അങ്ങനെ അവർ അമേരിക്കൻ കപ്പലുകളുടെ പ്രതിരോധ സംവിധാനങ്ങളെ ഓവർലോഡ് ചെയ്യുവാനാണ് ആദ്യം ശ്രമിച്ചത്. സാധാരണ ബോട്ടുകളെ കൂടാതെ അവർ സിവിലിയൻ കപ്പലുകളെയും മൈൻ ചെയ്യുവാനായിട്ട് ഇതിന് ഉപയോഗിക്കാൻ ശ്രമിച്ചു. കാരണം പുറമേ നിന്ന് നോക്കിയാൽ ഈ ബോട്ടുകൾ സാധാരണ മത്സ്യബന്ധന ബോട്ടുകളോ വ്യാപാരത്തിന് പോകുന്ന ട്രോളറുകളോ ആയിട്ടേ തോന്നുകയുള്ളൂ. പക്ഷേ ഈ ബോട്ടുകളുടെ അകത്ത് രഹസ്യമായ സൈനിക ഓപ്പറേഷനുകൾ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ടാവും. ഇനി നോക്കേണ്ടത് ഈ ചെറിയ ബോട്ടുകൾ എങ്ങനെ വലിയ നാവിക മൈനുകൾ ഇടുന്നു അല്ലെങ്കിൽ കടലിൽ സ്ഥാപിക്കുന്നു എന്നാണ്. വലിയ മൈനുകൾ ഇടാനുള്ള പ്രത്യേക സിസ്റ്റങ്ങളൊന്നും വെക്കാത്തില്ല. അതിനാൽ ഇവയുടെ രീതികൾ വളരെ ലളിതമാണ്. ഡ്രോപ്പ് മെത്തേഡ് എന്ന് പറയും. അതായത് മൈനുകൾ ബോട്ടിന്റെ പിൻഭാഗത്ത് കെട്ടിവെച്ചിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുക. അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള സൈനികർ അല്ലെങ്കിൽ വർക്കേഴ്സ് ആരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതിനെ നേരെ കടലിലേക്ക് തള്ളിയിടുക. ചില ബോട്ടുകളിൽ അവയെ സ്ലൈഡ് ചെയ്ത് കടലിലേക്ക് എടുത്തിടുവാനുള്ള ചില മെറ്റൽ റെയിലുകൾ ഉണ്ടാകും. എന്നാൽ അതിനേക്കാൾ അധികം സാങ്കേതിക സംവിധാനങ്ങളൊന്നും ഇത്തരത്തിലുള്ള IRGCയുടെ കൈവശമുള്ള ഒരു ബോട്ടിലും ഉണ്ടായിരുന്നില്ല. ഇതൊരു തരം ലളിതമായ രീതിയാണ്. ഈ രീതിയെ ഹിറ്റ് ആൻഡ് റൺ ടാക്ടിക്സ് എന്നാണ് പൊതുവെ വിളിക്കുന്നത്. ഒരു ചെറിയ സ്പീഡ് ബോട്ട് ഇരുട്ടിന്റെ മറവറ്റി സാധാരണ സിവിലിയൻ ട്രാഫിക്കിനൊപ്പം ചേർന്ന് ഷിപ്പിംഗ് ലൈനുകളിലേക്ക് വരും. അവർ 2-3 മൈനുകൾ വളരെ വേഗത്തിലിടുകയും ഉടൻ ഇറാന്റെ തീരത്തേക്ക് മടങ്ങി പോവുകയും ചെയ്യും. എന്നാൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് അവരെ ലക്ഷ്യമിടാൻ പോലും സമയം കിട്ടുന്നതിന് മുമ്പ് തിരികെ പോകുവാനാണ് ഇങ്ങനെയുള്ള ഷിപ്പുകൾ ശ്രമിക്കുന്നത്. ഇവർക്കുള്ള ആയുധങ്ങൾ വളരെ വലിയൊരു സ്റ്റോക്കിൽ നിന്നായിരിക്കും എപ്പോഴും വന്നുകൊണ്ടിരിക്കുക.
അതായത് കരുതപ്പെടുന്നത് ഇറാനിൽ ഏകദേശം 2000 മുതൽ 6000 വരെ മൈനുകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് മൈൻ സ്റ്റോറേജ് ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇവയിൽ ചിലത് ലളിതമായ കോണ്ടാക്ട് മൈനുകളാണ്. അതായത് കപ്പൽ ബോട്ടിൽ തട്ടുമ്പോൾ ഉടനെ പൊട്ടിത്തെറിക്കും. ഇനി അമേരിക്ക എങ്ങനെ ഇവയെ പ്രതിരോധിച്ചു എന്നൊന്ന് നമുക്ക് നോക്കാം. അതായത് അമേരിക്ക ഉപയോഗിച്ച സ്ട്രാറ്റജി നമ്പർ 1 പ്രിമിറ്റീവ് ഡിസ്ട്രക്ഷൻ ആണ്. അതായത് മൈനുകൾ വെള്ളത്തിൽ ഇടുന്നതിന് മുമ്പ് തന്നെ ആക്രമിക്കുക. അതായത് കപ്പലുകൾ തുറമുഖത്ത് നിൽക്കുമ്പോൾ തന്നെ ആയിരിക്കും അവയെ ആക്രമിക്കുന്നതും അവയെ നശിപ്പിച്ചു കളയുന്നതും. രണ്ടാമത്തെ സ്ട്രാറ്റജി അമേരിക്ക യൂസ് ചെയ്തത് ഇന്റലിജൻസ് ആൻഡ് പ്രിസിഷൻ ടാർഗറ്റിംഗ് ആണ്. നമുക്കറിയാവുന്ന പോലെ, അതായത് നമുക്കറിയാം അമേരിക്ക ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഇന്റലിജൻസ് നെറ്റ്വർക്ക് ഉള്ള ഒരു രാജ്യമാണ്. അമേരിക്കക്ക് ഇറാന്റെ പദ്ധതികളെ കുറിച്ച് കൃത്യമായ ഇന്റലിജൻസ് ഉണ്ടായിരുന്നു. അതായത് RC-135 സിഗ്നൽ ഇന്റലിജൻസ്, P-8 മാരിടൈം സർവൈലൻസ്, കൂടാതെ ഹ്യൂമൻ ഇന്റലിജൻസ് എന്നിങ്ങനെയൊക്കെ അതിനെ പറയും. ഈ ഇന്റലിജൻസുകളുടെ സഹായത്തോടെ ഏത് കപ്പലുകളാണ് മൈൻ ചെയ്യാൻ റെഡിയായി നിൽക്കുന്നതെന്ന് കണ്ടെത്തുകയും അവയെ തിരിച്ച് സ്ട്രൈക്ക് ചെയ്ത് നശിപ്പിക്കുകയും ചെയ്യുക. ഇതായിരുന്നു സ്ട്രാറ്റജി നമ്പർ 2. സ്ട്രാറ്റജി നമ്പർ 4നെ ഡ്യുവൽ ടാർഗറ്റ് ഡോക്ട്രിൻ എന്നാണ് പൊതുവെ അമേരിക്കയിൽ വിളിക്കപ്പെടുന്നത്. അതായത് മൈനുകൾ ഇടുന്ന കപ്പലുകളും മൈനുകൾ സൂക്ഷിച്ചിരുന്ന ഗോഡൌണുകളും ഒരേ സമയം ആക്രമിക്കുക, നശിപ്പിച്ചു കളയുക. അതിനായി ഡ്രോണുകളിൽ നിന്ന് ഹെൽഫെയർ മിസൈലുകളാണ് അമേരിക്ക ഉപയോഗിച്ചത്. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ഡിസ്ട്രോയർ ഷിപ്പുകളിൽ നിന്ന് ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈലും അമേരിക്ക ഉപയോഗിച്ചു. ഇതുകൂടാതെ 2000 പൗണ്ട് വരുന്ന GPS ഗൈഡഡ് ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ച് ഇറാന്റെ സ്റ്റോറേജ് ഫെസിലിറ്റികളെ മുഴുവനായും അമേരിക്ക തകർത്തു കളഞ്ഞു. അമേരിക്ക നടത്തിയ അറ്റാക്കുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് ഹെൽഫെയർ മിസൈലുകളാണ്. ഈ മിസൈലുകൾ ശരിക്കും പറഞ്ഞാൽ മാക്ക് 1 വേഗത്തിൽ യാത്ര ചെയ്യുന്നവയാണ്. കൃത്യമായി പറഞ്ഞാൽ 760 മൈൽ പെർ അവറാണ് ഇതിന്റെ വേഗത വരുന്നത്. അതായത് 1225 കിലോമീറ്റർ ആണ് ഇവയുടെ വേഗത. ഇത്രയും വേഗത്തിൽ ഈ മിസൈലുകൾ സഞ്ചരിക്കുന്നതുകൊണ്ട് ഇവയ്ക്ക് ഇറാന്റെ എല്ലാ സ്പീഡ് ബോട്ടുകളെയും എളുപ്പത്തിൽ ചേസ് ചെയ്യാൻ സാധിക്കും. കാരണം നമുക്കറിയാം സ്പീഡ് ബോട്ടുകളുടെ ഒക്കെ വേഗം മാക്സിമം മണിക്കൂറിൽ ഒരു 70 മൈൽ പെർ അവറൊക്കെ ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരത്തിൽ അമേരിക്ക പ്രയോഗിക്കുന്ന മിസൈലുകളുടെ പരിധിയിൽ നിന്ന് ഒരു സ്പീഡ് ബോട്ടുകൾക്കും എളുപ്പത്തിൽ രക്ഷപ്പെടുവാൻ സാധിച്ചിരുന്നില്ല. കൂടാതെ ഈ മിസൈലുകളെല്ലാം തന്നെ ലേസർ ഗൈഡഡ് മിസൈലുകളാണ്. അതായത് ഒരിക്കൽ ടാർജറ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവ ടാർജറ്റിനെ പിന്തുടർന്ന് പോയി ഹിറ്റ് ചെയ്യുന്ന തരത്തിലാണ് ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവസാനം റിസൾട്ട് നോക്കുമ്പോൾ ഒരു 10 ദിവസത്തിനുള്ളിൽ അമേരിക്ക 60ലധികം ഇറാനിയൻ യുദ്ധക്കപ്പലുകളും സബ്മറൈനുകളും നശിപ്പിച്ചു കളഞ്ഞു. ഈ ഓപ്പറേഷന്റെ പ്രധാന ലക്ഷ്യം ഒറ്റക്കാര്യമായിരുന്നു: ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര പാതയായ ഹോർമൂസ് കടലെടുത്ത് സുരക്ഷിതമാക്കുക എന്നത്. എന്നാൽ ഇതുകൊണ്ടൊക്കെ നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം വീണ്ടും സംശയാസ്പദമാണ്. കാരണം അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്.